പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. ഈ നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിടാൻ പോകുന്നു. 2025 നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. എല്ലാവരും ആശംസാ കാർഡുകളൊക്കെ അയക്കുന്ന തിരക്കിലാണ്. എല്ലാ വർഷവും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പുതിയ വർഷം ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെ നേടുന്ന വർഷമാകട്ടെ എന്ന് പരസ്പരം ആശംസിക്കാറുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും 2025 ശുഭകരമാകട്ടെ, ലക്ഷ്യങ്ങളെല്ലാം നേടാൻ പറ്റുന്ന ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ രക്ഷപ്പെടട്ടെ. 2025 അതിന് ഉള്ള ഒരു സാധ്യത ഒരുക്കുന്ന വർഷമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഏറ്റവും ആദ്യത്തേത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകുക എന്നുള്ളതാണ്. ഓരോ വർഷവും നമുക്ക് ചില ടാർഗറ്റുകൾ ഉണ്ടാവണം. കമ്പനിക്ക് ചില ടാർഗറ്റുകളുള്ള പോലെ വ്യക്തിപരമായും നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, ചില കരുതലുകൾ ഒക്കെ ഉണ്ടാകണം ജീവിതത്തെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തെ ഒരു ഡയറിയിലോ കടലാസിലോ കുറിക്കുവാൻ മറക്കരുത്. കാരണം പഠനങ്ങൾ പറയുന്നത് ലക്ഷ്യങ്ങൾ കടലാസിൽ കുറിച്ച് മുന്നോട്ട് പോയവരും അങ്ങനെ കുറിക്കാതെ മുന്നോട്ട് പോയവരും തമ്മിലുള്ള റിസൾട്ട്, അത് നേടിയെടുത്ത ഫലത്തിൻ്റെ അനുപാതം വളരെ അന്തരമുണ്ട് എന്നുള്ളതാണ്. കുറിക്കുന്നവർക്ക് കൂടുതലായി ലക്ഷ്യങ്ങൾ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു കടലാസിലോ ഡയറിയിലോ കുറിക്കുന്നതിന് ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ലക്ഷ്യങ്ങൾ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മളുടെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരനോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മളെ ആ കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ലക്ഷ്യത്തെപ്പറ്റി അല്ലെങ്കിൽ അയാളോട് പറഞ്ഞിട്ടുള്ള വാക്കുകളെ പറ്റി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തൽ നമ്മളെ കൂടുതൽ സജീവമായി പ്രവർത്തിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരനോട് നമ്മളുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അറിയിക്കുന്നത് ഏറ്റവും ഉപകാരപ്പെടും. മൂന്നാമത്തത്, ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായി എങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തോടായാലും ചെയ്യുന്ന പ്രവർത്തന മേഖലകളിലായാലും പ്രവർത്തിക്കുന്ന സംഘടനകളിലായാലും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനപ്പുറം നമ്മുടെ ഉള്ളിൽ നിന്ന് എത്ര സമയമാണോ എത്ര കാര്യത്തിലാണോ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അതിൽ ആത്മാർത്ഥത കൊണ്ടുവരിക എന്നുള്ളതാണ്. ആത്മാർത്ഥതയിൽ നിന്ന് മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. കാണിക്കുവാൻ വേണ്ടി ചെയ്യുമ്പോൾ അവസാനം നമ്മൾ കാണിക്കുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾക്ക് ബോറിങ് അനുഭവപ്പെടുകയും നമ്മൾ പതുക്കെ അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മാർത്ഥമായി ചെയ്യുന്നതിനുള്ള ഒരു വർഷമായിട്ട് ഈ 2025 കാണണം. അത് കുടുംബജീവിതത്തിലായാലും മറ്റ് ഏത് പ്രവർത്തന മേഖലകളിലും കൃത്യമായി ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചത്തതുപോലെ കിടന്ന് നമുക്ക് എത്ര നാൾ അങ്ങനെ കിടക്കാൻ കഴിയും? ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. ഈ വർഷത്തിൽ തിളങ്ങി നിൽക്കുവാനുള്ള അടുത്ത പോയിന്റ് എന്നുള്ളത് നമ്മളുടെ ഈ വർഷത്തെ 3-6-3 എന്ന അംശബന്ധത്തിൽ വേർതിരിക്കണം. 3 ഭാഗം, ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗം നമ്മളുടെ ലക്ഷ്യങ്ങളെ സെറ്റാക്കാനും ഗ്രൗണ്ട് ഉറപ്പിക്കാനുമുള്ളതാണ്. അല്ലാതെ പരന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യത്തെ 3 മാസക്കാലം എടുക്കണം. അതായത് നമ്മൾ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രവർത്തന മേഖലയെപ്പറ്റി നന്നായി സ്റ്റഡി ചെയ്യാനും അവിടെയുള്ള നമ്മൾ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പറ്റി പഠിക്കുവാനും ഒക്കെയായിട്ട് ആദ്യത്തെ 3 മാസം എടുക്കണം. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തെ കൂടുതൽ കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് എത്തിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം നമ്മൾ ആ ലക്ഷ്യത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ഒരുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ 6 മാസം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരുക്കി വെച്ച ഗ്രൗണ്ടിൽ കൃത്യമായി പണിയെടുക്കുവാനുള്ളതാണ്. രണ്ടാമത്തെ 6 മാസം. അവസാനത്തെ 3 മാസം എന്നുള്ളത് നമ്മൾ ഈ ചെയ്തു വെച്ച
പ്രവർത്തനങ്ങളുടെ ഒരു ഇവാലുവേഷൻ പീരീഡാണ്. ആ 3 മാസം കൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയോ എത്തിച്ചേരുമോ, ഡിസംബർ 31 ആകുമ്പോഴത്തേനും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ, അതിനുള്ളിൽ ഇനി എവിടേക്കാണ് നമുക്ക് എത്തിപ്പെടാനുള്ളത്, ഇങ്ങനെയെല്ലാം കൃത്യമായി പഴുതുകളടച്ച പരിശ്രമം ചെയ്യാനുള്ളതാണ് അവസാനത്തെ 3 മാസം. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഈ ഒരു വർഷത്തെ മുഴുവൻ സമയവും പ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെടുന്ന രീതിയിലേക്ക് ക്രമീകരിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും 100% നിങ്ങൾക്ക് ഈ 2025 ശുഭകരമായ ഒരു വർഷമായി മാറും. അലസതപ്പെട്ടിരുന്നിട്ട് അവസാനം ഈ വർഷവും പോയല്ലോ ഇനി അടുത്ത വർഷമാകാം എന്ന ഒരു സ്ഥിരം പല്ലവി നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നല്ല യൗവനവും അതേപോലെ നമുക്ക് പ്രവർത്തിക്കാനുള്ള നല്ല സാധ്യതകളും അതിനുള്ള വർഷങ്ങളും ആയുസ്സും ആരോഗ്യമൊക്കെ തീർന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദിച്ചിട്ട് യാതൊരു ഫലവുമില്ല എന്ന് എല്ലാവരും അവരവരെ തന്നെ ഓർമ്മിപ്പിക്കണം. 2025 വളരുവാനുള്ള ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവരെ ജയിക്കാൻ വളരെ പാടുള്ളതാണ്. അതുകൊണ്ട് ഈ ജയിച്ചു പോകുന്നവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ തളർത്താനും അവരെ മോശപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് ഈ വളർന്നു പോകുന്നതിൽ നിന്ന് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു മോഡൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സ്വയം വളരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മളുടെ ഊർജവും ശക്തിയും ഒക്കെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യത്തിൽ, മറ്റുള്ളവർക്ക് വിലയിടുന്ന കാര്യത്തിലായി ചുരുങ്ങിപ്പോയാൽ നമ്മൾ വളരുവാൻ മറന്നുപോകും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഊർജങ്ങളെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെലുത്തുവാൻ ഉപയോഗിക്കുവാൻ ഈ 2025 പൂർണ്ണമായിട്ടും ശ്രമിക്കുക. തീർച്ചയായിട്ടും മുൻപ് ഉള്ള വർഷങ്ങളിലെ പോലെ അല്ല 2025 വിജയിക്കുവാൻ തന്നെ കഴിയും. 1/4 നൂറ്റാണ്ട് പിന്നിടാൻ പോകുന്ന ഈ വർഷം ഏറ്റവും ശുഭകരമായ ഒരു വർഷമായിട്ട്, തിളക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വർഷമായിട്ട് തീരുവാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കാം. ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുകയാണ്. താങ്ക് യു.